പലപ്പോഴും പല പുരുഷന്മാരുടെയും പ്രതികരണം എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? പല സാഹചര്യങ്ങളിലും വളരെ നിസാര കാര്യത്തിന് പോലും ഇവരുടെ ഈ ദേഷ്യപ്പെടല് അല്ലെങ്കിൽ പലപ്പോഴായിട്ടുള്ള ഈ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് അത് കൂടിക്കൂടി വരുമ്പോൾ ഈ ദേഷ്യപ്പെട്ട സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളും ഈ ദേഷ്യപ്പെട്ടു എന്നതൊക്കെ തന്നെയായിരിക്കും പിന്നീടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഹോർമോൺസിന് ഇതിന് വളരെ വലിയ ഒരു പങ്കുണ്ട്. അതെല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും കൂടി അതിന് പിറകിലുണ്ട്. ഒരു ആൺകുട്ടി ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന ചുറ്റുപാടിലൊക്കെ തന്നെയും എന്തിന് ഒരു സിനിമയിൽ പോലും അവർ കാണുന്നത് എന്താണ്? ഈ ദേഷ്യപ്പെടുക എന്ന ഒരു കാര്യം അവർക്ക് വളരെയധികം വളരെയധികം ഒരു പവർഫുൾ ആയിട്ടും ഒരു സ്ട്രോങ് ആയിട്ടും ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു ഫീലാണ് അവർക്ക് ലഭിക്കുന്നത് അല്ലെ? ഇപ്പോൾ അത് ദേഷ്യപ്പെടുന്ന ഒരാളെ കണ്ടു നിൽക്കുന്ന ഒരാൾക്കായാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഓ, ഇയാള് വലിയൊരു അടിപൊളി സംഭവമാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ ഒരു കലിപ്പന്റെ കാന്താരിമാരുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതിന് പിന്നില് അവര് പലപ്പോഴും അവര് വേദന അനുഭവിക്കുന്ന സമയത്ത്, അവര് ഒറ്റപ്പെടുന്ന സമയത്ത്, കളിയാക്കലുകൾ നേരിടുന്ന സമയത്ത്, സ്നേഹം കിട്ടാതെ വരുമ്പോൾ, വളരെ പേടി അനുഭവിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും അവര് ഈ ഒരു ദേഷ്യപ്പെടുക എന്നൊരു കാര്യമായിരിക്കും അവർ പുറത്തേക്ക് ഇടുന്നുണ്ടാവുക. കാരണം ഈ ഒരു ദേഷ്യം കാണിച്ചു കഴിഞ്ഞ് അവർക്ക് കിട്ടുന്നത് പരിഗണനയും ബഹുമാനവും പവർഫുള്ളാണെന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് അല്ലെ? അപ്പോൾ എന്തിനാണ് വെറുതെ ഈ വീക്കായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കാണിച്ച് എനിക്ക് പേടിയാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് പരിഗണന വേണം, എന്നെ സ്നേഹിക്കൂ എന്നൊക്കെ പറയുന്നത് വളരെ വീക്കായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ താൻ വീക്കാണെന്ന് മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ അങ്ങനെയാണ് വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് പിന്നെ എന്തിനാണ് താൻ ഈ ഒരു കാര്യം കാണിക്കുന്നത്? അപ്പോൾ തനിക്ക് വളരെ അധികം ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പരിഗണന കിട്ടുന്ന, കേൾക്കുന്ന ആളെ നിശബ്ദയാക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രതികരണം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ഉള്ളിൽ ഈ ഒരു ഫിയറും ഷെയിമും ഗിൽറ്റും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ താൻ ഇല്ലാതായി പോകുമോ എന്നുള്ളതൊക്കെ കരുതിക്കൊണ്ടാണ് പലപ്പോഴും ഈ ദേഷ്യം അവർ കാണിക്കുന്നത്.